ഇതുപോലെ പൗർണമിയുള്ള ഒരു രാത്രി ഞാൻ തിരിച്ചു വരും. അതെ അതെ, ഈ പറഞ്ഞാൽ എത്ര പേര് തിരിച്ചു വന്നിട്ടുണ്ട്, എത്ര പേര് കാത്തിരുന്നിട്ടുണ്ട്. കാത്തിരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കാഞ്ചനമാലയും മൊയ്തീനും, പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡയലോഗിലെ നായികയും നായകനും ഒക്കെ ഒരു ജെന്യുവൻ പ്രണയകഥയൊക്കെ തന്നെയാണല്ലേ. ഇതൊക്കെ കഥകളിൽ മാത്രം ആണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അല്ലാന്ന് തെളിയിച്ചവരും ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിലും എന്തിനാ പേടിക്കണേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാന്റാക്ലോസ് വരില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കില്ലേ? അതുപോലെ മാവേലി വരില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഓണം ആഘോഷിക്കില്ലടോ. അത്രയൊക്കെ തന്നെയുള്ളൂ. ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെ വേണം. അത് വേറെ ആരുടെ കയ്യിലും കൊടുക്കരുത് കേട്ടാ. ഈ പ്രണയത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊരു പ്രസംഗം നടത്താനൊന്നും എനിക്കറിയില്ല കേട്ടോ. പലതരം പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോളേജിലെ ലാസ്റ്റ് ദിവസം എല്ലാവരും ഓട്ടോഗ്രാഫൊക്കെ എഴുതി ബൈ ബൈ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വിടരുന്ന ചില പ്രണയങ്ങളുണ്ട്. ഞങ്ങളൊക്കെ തമാശയ്ക്ക് ചോദിക്കും, എന്തുവാടേ കടയടയ്ക്കാൻ നേരത്താണോ കച്ചവടം എന്ന്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത്രയും കാലം തമർത്ത് പ്രണയിച്ച് നടന്നവരെക്കാളും ഇവരായിരിക്കും ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കേട്ടോ.